ഹലോ ഗായ്സ്, നമ്മളിന്ന് ഫ്രൂട്ട്സ് ഓഫ് എവല്യൂഷൻ എപ്പിസോഡ് 3 ആണ് കാണാൻ പോകുന്നത്. മുമ്പത്തെ എപ്പിസോഡ് കാണാത്തവർക്ക് പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അവിടെ പോയി കാണാൻ പോകുന്നത്. അപ്പം ഇങ്ങനെ തുടങ്ങല്ലേ. എൻ്റെ പേര് യാജു ആൻഡ് വെൽക്കം ടു മല്ലൂളി ക്യാബ്. എൻ്റെ പേര് വിരാജി സേവിച്ചു. ഞാൻ സെക്കൻഡ് ഇയർ ഹൈസ്കൂൾ വിദ്യാർത്ഥിനി. ഒരു ദിവസം ഗോഡ് എന്ന് പറയുന്നൊരു വ്യക്തി ഞങ്ങളെ ടെലിപ്പോർട്ട് ചെയ്ത് ഇസക്കായ ലോകത്തേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ഞാൻ സെറിയ എന്ന കുരങ്ങിനെ കണ്ടെത്തി. അവൾ പിന്നീട് ഇവല്യൂഷൻ സംഭവിച്ച് സുന്ദരിയായ ഒരു പെൺകുട്ടിയായി മാറി. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞു വരുന്നതും ചെറിയ നമ്മളിപ്പോൾ അടുത്തുള്ള ടൗണിൽ അങ്ങനെ അവർ ഇതും പറഞ്ഞ് നടക്കുന്നതും ചെറിയ നമ്മൾ ഇപ്പോൾ എവിടേക്കാണ് പോകുന്നത്? ടൗണിലേക്കാണോ? ആ, അവിടെ ചെന്നാൽ അഡ്വഞ്ചർ ഗിൽഡിൽ പോയി നമുക്കൊരു അഡ്വഞ്ചർ കാർഡ് എടുക്കാൻ പറ്റും. കൂടാതെ എൻ്റെ മറ്റു കൂട്ടുകാരെ കാണാനും ചാൻസ് ഉണ്ട്. പെട്ടെന്ന് അവരുടെ മുമ്പിൽ ഒരു സ്ലൈം വന്നത്, ഓ ക്യൂട്ടായിരിക്കുന്നു. അപ്രൈസൽ എന്ത്, ഈ പീക്കിരി സ്ലൈമിന് ലെവൽ 88? എന്തായാലും ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് നന്നായി എന്ന് പറയുന്നതും അത് ചേച്ചിക്ക് നേരെ ചാടുന്നതും ഒരുമിച്ചായിരുന്നു. എന്താ ഇതിന് ഇത്രയ്ക്ക് സ്പീഡ്? പെട്ടെന്ന് തന്നെ ചേച്ചി തൻ്റെ വാളെടുത്ത് ആ സ്ലൈമിനെ ഒരു വീശി. ചേച്ചി അടിപൊളി, നീ വേറെ ലെവലാണ്. അത് നോക്കിയേ, ഒരു ബോട്ടുണ്ട്. ചെറിയ ഇത് നീ ഇട്ടോ? ഇത് ഞാനെടുക്കാം. കമ്പ്യൂട്ടർ പുതിയ 2 സ്കിൽ ലഭിച്ചിരിക്കുന്നു. വേണ്ട വേണ്ട വേണ്ട. പെട്ടെന്ന് തന്നെ ഹെൽമെറ്റ് ഒരു കോട്ടായി മാറി. എന്താ ഇത്? സെയിച്ചി ഇത് നോക്ക്, ഒരു ലെറ്റർ വന്നിട്ടുണ്ട്. ഹായ് സെയിച്ചി, ഞാനാണ് മിസ്റ്റർ ഷീപ്പ്. കൺഗ്രാജുലേഷൻ ഫോർ യുവർ ലെവൽ. ഇപ്പോൾ നീ മനുഷ്യനിൽ നിന്നും വേറൊരു ലെവലായിരിക്കുന്നു. നിന്റെ ഹെൽമെറ്റ് നിന്റെ ഒപ്പം ലെവലപ്പ് ആയിരിക്കുന്നു. ആദ്യം കാണുമ്പോൾ കോമഡി ആയിരുന്നു, ഇപ്പോൾ കാണാൻ കുഴപ്പമില്ല. സെയിച്ചി പിന്നെയൊരു കാര്യം, ഈ ലെറ്റർ വായിച്ച ഉടനെ തന്നെ പൊട്ടിത്തെറിക്കും. എന്ന് വായിച്ചില്ല, അപ്പം തന്നെ ബും. ആ, എന്ത് ധൈര്യമാണ് അതിന്. സേയിച്ച് ഇത് നോക്ക്, ഞാൻ ആദ്യമായിട്ടാണ് ബോട്ടിടുന്നത്. കാണാൻ എങ്ങനെയുണ്ട്? ഓ, മനോഹരമായിട്ടുണ്ട്. എങ്ങനെ അവൻ ടൗണിലേക്ക് അടുത്തതും? എന്ത്, നിങ്ങൾക്ക് ID കാർഡ് ഇല്ലെന്നോ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. അടിമകൾക്ക് പോലും ID കാർഡ് ഉണ്ട് ഇവിടെ. അത് അത് പിന്നെ ഞങ്ങളുടെ ID കാർഡ് കളഞ്ഞുപോയി, അതാ. ഓ, അങ്ങനെയാണെങ്കിൽ ഈ കോളത്തിൽ രണ്ടുപേരും കൈയൊന്ന് വയ്ക്കി. നിങ്ങളെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കാണിച്ചു തരും. ദൈവമേ, പെട്ടെന്ന് എന്താ വരാമെന്ന് പോലും അറിയില്ല. ഓക്കെ, നിങ്ങൾ പാസ്സായി. അടുത്തത് മൈ ലേഡി. ഓക്കെ, ഞങ്ങളും പാസ്സായി. പിന്നെ ഒരു കാര്യം, കഴിയുന്നതും ID കാർഡ് എടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ പ്രശ്നങ്ങളിൽ പോയി ചാടും. അങ്ങനെയാണെങ്കിൽ ഗിൽഡിലും നമുക്ക് ഇതേ പ്രശ്നം തന്നെ നേരിടേണ്ടി വരും. എന്ത്, നീ എവിടെ വേണമെങ്കിലും പൊക്കോ, പക്ഷേ അവിടേക്ക് മാത്രം പോകരുത്. അവിടെയുള്ളവരൊക്കെ അരപ്പിരി തെറ്റിയ ടീംസാണ്. ഒരു കാരണവശാലും അങ്ങോട്ട് പോകരുത്. എന്തെങ്കിലും പറ്റിയാൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ രക്ഷിക്കാൻ വരാം. പിന്നെ നന്നായി ആലോചിച്ച് തീരുമാനം എടുത്തോളൂ, മനസ്സിലായോ? ഓക്കെ ഓക്കെ, ശരി. എൻ്റെ പേര് ക്ലോഡ്. നിങ്ങൾക്കും എന്നെ ക്ലോഡ് എന്ന് വിളിക്കാം. ഓക്കെ, എൻ്റെ പേര് സെയിച്ചി. ഹായ്, ഞാൻ സെറിയ. കണ്ടതിൽ സന്തോഷം. ഇത്രയും സുന്ദരിയായ പെൺകുട്ടിയുടെ പേരിടുന്നതിൽ സന്തോഷമുണ്ട്. ആൻഡ് വെൽക്കം ഗായ്സ്. സെയിച്ചി, ഇത് തന്നെയാണോ സ്ഥലം? കണ്ടിട്ടിത് ക്ലേഡ് പറഞ്ഞതുപോലെ ഒന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞ് ഡോറ് തുറന്നതും ഓടിയിട്, നന്നായി ഓടിയിട്. ദൈവമേ, ഇത് ഗിൽഡാണോ അതോ വേറെ എന്തെങ്കിലും സ്ഥലമാണോ? ചേച്ചി, എന്താ എന്താ കണ്ടേ? ഏയ് ഒന്നുമില്ല, എനിക്ക് തോന്നിയതോ. വീണ്ടും നോക്കിയാലോ? അപ്പോഴവിടെ ഇത് നന്നായിട്ടുണ്ടെന്നും പറഞ്ഞ് കുപ്പി അങ്ങനെ കടിച്ചു തിന്നുന്നു. ദൈവമേ. ഏയ്, ഇങ്ങനെ ചെയ്യുന്നവരെ നീയാണ് നന്നാക്കേണ്ടത്. ശരി, നന്നാകാലോ. ഞാൻ അടിക്കുന്ന അടിയിൽ അവൻ്റെ രക്തം വരെ പുറത്തു വരും. എന്താടാ ഇവിടെ സംഭവിക്കുന്നത്? ചേച്ചി, എന്താ ഉള്ളി നടക്കുന്നത്? ശരിയാ, ഇതൊന്നും നീ നോക്കല്ലേ, നശിച്ചു പോവും. ശരിയാ, നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് ID കാർഡ് വാങ്ങാം. ID കാർഡ് വാങ്ങാൻ ഇതല്ലാതെ വേറൊരു സ്ഥലമില്ല. ആരടാ അത്? എന്താ അവിടെ നടക്കുന്നത്? ഇവിടെ എല്ലാവരും അരപ്പിരി തെറ്റിയ ടീംസാണല്ലോ. ഹായ്, ഞാനാണ് അവിടുത്തെ ഗിൽഡ് മാസ്റ്റർ. എങ്ങനെയുണ്ട് എൻ്റെ ബോഡി മസിൽസ്? എന്ത്, ഇതാണോ ഗിൽഡ് മാസ്റ്റർ? അവൻ പറഞ്ഞ പോലെ തന്നെയാണല്ലോ, എല്ലാ അരപ്പിരികളാണ് ഇവിടെ. നിങ്ങൾ പറഞ്ഞതല്ല, ഞാൻ കേട്ടു കഴിഞ്ഞു. ഉള്ളിലായോ, ഗിൽഡിൽ ജോയിൻ ചെയ്യാം. ഞാനില്ല. ഏയ്, ഗിൽഡിൽ പുതിയ ആൾക്കാർ വന്നിരിക്കുന്നു. ഓ മൈ ഡിയർ, ഞാൻ ഡ്രസ് മാറിയിട്ട് വരാം. കുറച്ച് മുമ്പ് കണ്ട ഡ്രസ് കോഡ് ഒന്ന് മറന്നേക്ക്. എൻ്റെ പേര് എറസ്. ഇവിടുത്തെ സെക്കൻഡ് ഇൻചാർജ് എനിക്കാണ്. വാവ്, നിങ്ങളെ കാണാൻ സുന്ദരിയായിട്ടുണ്ട്. ആ അതെ, സുന്ദരിയാണ്. ഓക്കെ ചേച്ചി, നിങ്ങൾ ഗിൽഡിൽ ചേരാൻ വന്നത് വളരെ സന്തോഷം. ബട്ട് ഗിൽഡിൽ ജോയിൻ ചെയ്യാൻ എന്തെങ്കിലും കാരണം വേണം. അങ്ങനെ എന്തെങ്കിലും കാരണമുണ്ടോ? ചേച്ചി അവൻ്റെ ഫ്രണ്ട്സിനെ ഓർത്തപ്പോൾ
ശരി സെയ്ജി, നിനക്ക് ഗിൽഡിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്. സെയ്ജി, നമുക്കിവിടെ ചേർന്നാലോ? നോക്ക്, ഇവിടെ എല്ലാവരും സന്തോഷത്തിലാണ്. നീ പറഞ്ഞത് ഓക്കെ, നീ പറഞ്ഞ പിന്നെ അതിൽ വേറൊന്നുമില്ല. ശരി, ഞാനും ജോയിൻ ചെയ്യാം. ആഹാ, അടിപൊളി. ഇതൊന്ന് പൂരിപ്പിച്ചേക്ക്. അതേസമയം ഗിൽഡിലേക്ക് 3 പേര് വന്നതും ആരാടവൻ? കൊള്ളാലോ ചെക്കൻ. പുതിയ ചെക്കനാണോ നീ? അതെ. അപ്പോൾ നീ ഞങ്ങളുടെ ഒപ്പം വന്നേ പറ്റൂ. സെയ്ജി, പേടിക്കണ്ട. ശരിയാ, ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞ് നടന്നുപോയതും പിന്നീടുള്ള 2 കഴിഞ്ഞു അവൻ്റെ ജീവിതം. ഇനി അവനെ കൊണ്ടൊന്നും പറ്റില്ല. ഡാ, അവൻ്റെ മുഖം കാണിക്ക്. അടുത്ത സെക്കൻഡ് തുടങ്ങിയാലോ? അയ്യേ, എന്തോ അത്? നിനക്ക് ആദ്യമായിട്ടായിരിക്കാം. കുഴപ്പമില്ല, പിന്നീട് അത് ശരിയായിക്കോളും. നോക്ക് നോക്ക്, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ്. എങ്ങനെയുണ്ട്? ഒന്ന് പോടപ്രാന്താന്നും പറഞ്ഞ് സെയിച്ച് അവിടെ നിന്ന് എസ്കേപ്പ് ആയിരുന്നു. ഓടിപ്പോലടാ, ഞങ്ങളുടെ ഒപ്പം വായോ, സന്തോഷമായിട്ടിരിക്കാം. പോടാ പ്രാന്താ, ഇനി നിങ്ങളുടെ ഭാഗത്തേക്ക് പോലും ഞാൻ വരില്ല. എന്നെ എന്നെ വെറുതെ വിട്ടടാ. അവനെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ല. കൂടാതെ അവൻ ഭയങ്കര സ്പീഡിലും ഹൈറ്റിലുമാണ് ചാടുന്നത്. അങ്ങനെ സെയിച്ച് ഗിൽഡിലേക്ക് വന്നതും ശരിയാ, ഞാൻ തിരിച്ചു വന്നു. സെയിച്ചി, നീ തിരിച്ചു വന്നു? ഇത് കണ്ട ഗിൽഡ് മാസ്റ്റർ എന്നെ കൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവരിൽ നിന്ന് രക്ഷപ്പെട്ട ആദ്യത്തെ ആൾ നീയാണ്. എന്ത്? അപ്പോൾ അവർക്കെതിരെ എന്തെങ്കിലും ചെയ്തൂടെ? സത്യം പറഞ്ഞാൽ അവർ 3 പേരും നല്ല ആളുകളാണ്, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് പോട്ടെ, ഇപ്പോൾ നിങ്ങൾക്കൊരു എക്സാം ഉണ്ട്. എന്ത് എക്സാമാ? പേടിക്കണ്ട, പേരിന് മാത്രമാണ് എക്സാം. നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത് നോക്കി ആ ജോലി നിങ്ങൾക്ക് ഏറ്റെടുക്കാം. എന്താണെന്ന് വെച്ചാൽ സാധനങ്ങൾ കൊണ്ടുപോകുന്നത്, ഒരു സ്ഥലത്ത് മാത്രം ജോലി ചെയ്യുന്നത്, ഗാർഡ് പോലെ ജോലി ചെയ്യുന്നത്, ഇതെല്ലാം ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓ, ഇത്രയേ ഉണ്ടോ? പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരു ബി റാങ്ക് ആരും ഇപ്പോൾ ഇവിടെയില്ല. ഇവിടെ ഉള്ളത് ഇവളാണ്. തിരിഞ്ഞു നോക്കിയതും വീണ്ടും ഒരു സുന്ദരിയായ പെൺകുട്ടി. ഇതിനൊക്കെ എന്തിനാ എന്നെ വിളിച്ചു വരുത്തുന്നത്? ഇത് എ റാങ്ക് അഡ്വഞ്ചർ എറ്റോറിയ. ഞാൻ മുന്നേ പറഞ്ഞു ഇമ്മാതിരി പരിപാടിക്കൊന്നും ഞാൻ വരില്ലെന്ന്. അതേസമയം സെയ്ജിയുടെ 2 കണ്ണും വേറെ എവിടെയോ നോക്കുന്നത്. സെയ്ജി, നീ എവിടെയോ നോക്കുന്ന? ഏയ്, അങ്ങനൊന്നുമില്ല. ഹായ്, നിനക്ക് ഞാൻ എക്സാം നടത്തുന്നതിൽ താല്പര്യമില്ലല്ലോ. അത് പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൊരെ മണ്ട, നിനക്കത് മനസ്സിലായില്ലേ? അറ്റോറിയ, ഇവരാ 3 പേരിൽ നിന്നും വളരെ ഈസിയായി രക്ഷപ്പെട്ടു. അതുകൊണ്ട് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നീ സത്യമാണോ പറയണത്? സത്യം ചെയ്. ഞാനാണ്, എൻ്റെ ബോഡി മസിലാണേ സത്യം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശരി ശരി, ഞാൻ തന്നെ ഇവരുടെ എക്സാമിനർ ആയിക്കൊള്ളാം. ബട്ട് നീ പറഞ്ഞതുകൊണ്ട് മാത്രം. പിന്നെ നേരത്തെ ഇപ്പോൾ സംഭവിച്ചതൊക്കെ സോറി. എൻ്റെ പേര് അറ്റോറിയ. അങ്ങനെ ഇവർ നടന്നു വരുന്നതും ശരി, എക്സാമിനെ പറ്റി പറയാം. എന്താ മനസ്സിലായില്ല? എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ 3 ജോബുണ്ട്. ഫസ്റ്റ്, അനാഥാലയത്തിൽ പോയി ഹെൽപ്പ് ചെയ്യണം. രണ്ടാമത്, ഇടിഞ്ഞു വീണ് നിൽക്കുന്ന കെട്ടിടം വീണ്ടും ഇടിക്കണം. മൂന്നാമത്, ഒരു പട്ടിയെ വാക്കിങ്ങിന് കൊണ്ടുപോകണം. ഇതൊക്കെയാണോ എക്സാം? ഈസിയാണല്ലോ. ഓ, പറയുമ്പോൾ ഈസി ആയിട്ട് തോന്നാം. ശരി ആറ്റോറിയ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ ചിരിക്കുമ്പോഴുണ്ടല്ലോ, ഭയങ്കര ഭംഗിയാണ്. ഇത് കേട്ടപ്പോൾ തന്നെ ആറ്റോറിയ ഫ്ലാറ്റ്, അതെല്ലാം എങ്ങനെ തന്നെയാണല്ലോ. ശരിയാ, ഞാനും അത് തന്നെയാണ് പറയാവുന്നത്. ശരി ശരി ശരി, ആദ്യത്തെ ജോബ് അനാഥശാല. എന്നാൽ ഇത് ഞാൻ നോക്കാം. ഈ ജോലിയിൽ എനിക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് തിരിച്ചു തരാനൊന്നുമില്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല, ആരും ഇവിടേക്ക് വരാറില്ല. നിങ്ങളിവിടെ വന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഏയ്, അതൊന്നും കുഴപ്പമില്ല കിഡ്സ്, ഇന്ന് മൊത്തം ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. അങ്ങനെ ഇവർ 2 പേരും നടന്നു പോയതും നീ എന്താ എത്ര സ്പീഡിൽ പോകുന്ന എന്ന് വെറുക്കുന്ന പോലെ ആ നേരം നോക്കി ഒരു കുട്ടി നിലത്ത് വീണതും ആറ്റോറിയ ഓടിപ്പോയി അവനെ രക്ഷിച്ചു. ചെറിയ മുറിവേ ഉള്ളൂ, മരുന്ന് വെച്ചാൽ ശരിയാവും എന്ന് പറഞ്ഞതും മറ്റു മരക്കട്ടകളെല്ലാം നിലത്ത് വീണതും സെയിച്ച് ഓടി വന്ന് നോക്കിയപ്പോൾ ഇതുകളുടെ സ്കില്ലാണെന്ന് തോന്നുന്നു. ശേഷം പഴയ ഇടിഞ്ഞ കെട്ടിടത്തിൻ്റെ അവിടേക്ക് വന്നതും ഇതാണ് 2ാമത്തെ ജോലി, ഇടിച്ച് നിരപ്പാക്കണം. ഓ, എന്നാൽ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് തൊട്ടതും എല്ലാം കൂടി ഇടിഞ്ഞു അവൻ്റെ മേത്തേക്ക് വീണു. ഇത് കണ്ട ആറ്റോറിയ ഷോക്ക് അടിച്ച പോലെയായി. ഇത് ഇത് വീണ്ടും സംഭവിച്ചിരിക്കുന്നു. മറ്റുള്ളവർക്ക് എന്നെ കൊണ്ട് അപകടം പറ്റുന്നത് പതിവാണ്. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് ഇങ്ങനെ സംഭവിക്കും. മുൻകൂട്ടി കാണുമായിരിക്കുമെങ്കിലും എൻ്റെ കൂടെ എല്ലാവർക്കും അപകടം സംഭവിക്കും.
അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കാൻ തുടങ്ങിയത്. ഇവന് ഇത് സംഭവിക്കുമെന്ന് എനിക്കറിയാം. എന്തുകൊണ്ട് എന്തുകൊണ്ട് എനിക്ക് ചുറ്റുമുള്ളവർക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? നോ. അയ്യേ, എന്താ ഇത്? മൂക്കിലും വായിലൊക്കെ പൊടി പോയി എന്നും പറഞ്ഞ് സേജ് ഈസി ആയിട്ട് പുറത്തുനിന്നു. നീ അടുത്ത സെക്കൻഡിൽ കട്ട കലിപ്പിൽ, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നോട് ചോദിക്കാതെ നിന്റെ തന്നിഷ്ടത്തിന് ഓരോന്ന് ചെയ്യരുതെന്ന്. നിന്റെ തന്നിഷ്ടത്തിന് നീ ഓരോന്ന് ചെയ്താൽ അത് നിന്റെ ടീമിനെ തന്നെയായിരിക്കും ബാധിക്കുക. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. ഒരു അപകടം എപ്പോഴും നീ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ പോകണം, അല്ലെങ്കിൽ നീ അവിടെ തന്നെ മരിച്ചു വീഴും. കേട്ടടാ? ഇത് കേട്ട സെയ്ജി, സോറി, അത് ഞാൻ അറിയാണ്ട്. കുഴപ്പമില്ല, നീ എന്നോട് ക്ഷമിക്കുക. ഞാൻ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് പറഞ്ഞതാണ്. എന്തായാലും നീ രക്ഷപ്പെട്ടല്ലോ, അത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് സന്തോഷമാണ്. എന്ത്? അല്ല, ഞാൻ ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞതല്ല. ശരി ശരി, വാ അടുത്ത ജോബിന് പോവാം എന്നും പറഞ്ഞ് അറ്റോറിയ ഓടിപ്പോയതും സെയ്ജി ഇവിടെ പാവം കുട്ടിയാന്ന് തോന്നുന്നു. അതേസമയം ടൗണിൽ കുട്ടികളെല്ലാം സോട്ട് ട്രെയിനിങ് എടുക്കുന്നതും. ഇതോടെ 5 മാസം കടന്നുപോയി. ആരെയും തിരഞ്ഞെടുക്കാൻ പറ്റിയിട്ടില്ല. ഒരു ചാൻസ് കൂടി കൊടുത്തു നോക്കാം. സാർ ടഫായിട്ടാണ് ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നത്. അത് എനിക്കിവരെ മരിക്കുന്നത് കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ്. ഒരു യുദ്ധമാകുമ്പോൾ മരിക്കുന്നതും പരിക്ക് പറ്റുന്നതിനും സാധ്യതയുണ്ട്. അങ്ങനെയൊന്നും പറ്റാതിരിക്കാനാണ് ഞാൻ നോക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡീമൺസ് കിങ്ങുമായിട്ടാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്. സാർ, എന്ത്? അതെ, ഞാനിത് നിന്നോട് മാത്രമാണ് പറയുന്നത്. നമ്മൾ യുദ്ധം ചെയ്യാൻ പോകുന്നത് ഡീമൺസിൻ്റെ കൂടെയാണ്. സാർ, ഇത് അപകടമാണ്. ആരെങ്കിലും കേട്ടാൽ എന്താ സംഭവിക്കുക? അതല്ല പറഞ്ഞ്, ഞാൻ നിന്നോട് മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ. ആരും മരിക്കാതെ നോക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഡീമൺസിനെ എടുത്ത് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവർ പേടിച്ചു പോകും. അതുകൊണ്ട് അവരോടൊന്നും പറയാത്തത്. അതേസമയം ലാസ്റ്റ് എക്സാം പട്ടിയെ നടത്തിക്കൊണ്ടു പോകണം. അയ്യേ, ഇത്രയുള്ളൂ, സിമ്പിൾ. അതേസമയം അയ്യോ, എന്നെ ആരെങ്കിലും രക്ഷിക്കണേ, ഇത് പട്ടിയല്ല, ഉൾഫാണ്. ഓ സെയ്ജി, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മൈക്കിൻ്റെ ഒപ്പം ഓടിച്ചാടി കളിക്കുന്നല്ല. നിങ്ങളുടെ നേരം പോക്കിന് എന്നെയാണോ കിട്ടിയ? ഇതിൻ്റെ കയ്യിൽ കിട്ടിയ പിന്നെ എന്നെ മട്ടൻ ബിരിയാണി ആക്കുന്നത്. പേടിക്കേണ്ട സെയ്ജി, നീ അപകടത്തിലാണെങ്കിൽ എനിക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. ഓക്കെ? അപ്പോൾ നീ എന്നെ രക്ഷിക്കാൻ പോണില്ലല്ലേ? ഓ അറ്റോറിയ, നീ ആളാകെ മാറിപ്പോയല്ലോ. എന്താ അങ്ങനെ പറയുന്നത്? ഇപ്പൊ കുറച്ച് ചിരിയും കളിയൊക്കെ കൂടിയിട്ടുണ്ടല്ലോ. കാരണം ആ പയ്യനാണോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ ജസ്റ്റ് എക്സാം എടുക്കാൻ വേണ്ടി വന്നതാണ്, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ശരി. അത് കഴിഞ്ഞ് ഗിൽഡിൽ, ഇതാണ് നിങ്ങളുടെ ജോബ് തീർത്തതിനുള്ള റിവാർഡ്. സെയിച്ചി, എന്താണ് വെച്ചാൽ അതെവിടെ നിന്നാണ് എടുത്തത്? അത് നിങ്ങൾ വിട്ടേക്ക്. നിങ്ങൾ ജോബ് കഴിഞ്ഞ് വന്നതല്ലേ, പോയി റെസ്റ്റ് എടുക്ക്. റെസ്റ്റ് എടുക്കാൻ നിങ്ങൾക്ക് റൂമുണ്ടോ? സത്യം പറഞ്ഞാൽ ഇല്ല. ഇനി പോയിട്ട് വേണം റൂമൊക്കെ നോക്കാൻ. ബട്ട് ഇവിടെ റൂമൊന്നും പെട്ടെന്ന് ശരിയാവില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഒപ്പം താമസിക്കുന്നോ? ഇത് കേട്ടാ, എന്ത്? ആറ്റോറിയ, ഇത് നീ തന്നെയല്ലേ? ഇതിങ്ങനെ നടക്കുമെന്ന് എനിക്ക് മുൻകൂട്ടി അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആറ്റോറിയ, താങ്ക്സ്. ഞാൻ നിൻ്റെ ഒപ്പം തന്നെ താമസിക്കാം. ആ ടൈമിൽ സെയിച്ചിയുടെ മനസ്സിൽ, ഇനി മുതൽ നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും എന്ന് കരുതുന്നു എന്ന് പറയുന്നതിലൂടെ ഈ എപ്പിസോഡുകൾ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ ആറ്റോറിയയുടെ മനസ്സ് എങ്ങനെ നമ്മുടെ ആശാൻ പിടിച്ചെടുക്കുന്നു നോക്കണ്ടേ? അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.